വർഷങ്ങളായിട്ട് അലർജിക്ക് മരുന്ന് കഴിക്കുന്നവരുണ്ടല്ലോ, അവർക്ക് ആ മെഡിസിൻസ് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ വീണ്ടും ആ ഒരു അലർജി സ്റ്റാർട്ട് ചെയ്യുകയാണ്. അല്ലെങ്കിൽ അവർക്ക് ആ മെഡിസിൻസ് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. ഇത്ര നാൾ കഴിച്ചിട്ടും അലർജി മാറുന്നില്ല. എന്തുകൊണ്ടാണ് അവർക്ക് പെർമനന്റ് ആയിട്ട് മെഡിസിൻസ് സ്റ്റോപ്പ് ചെയ്യാൻ കഴിയാത്തത്? അക്യുപഞ്ചറിൽ ഇതിനെപ്പറ്റി എന്തെങ്കിലും ചികിത്സ ലഭ്യമാണോ? തീർച്ചയായിട്ടും അക്യുപങ്ചറിൽ ചികിത്സ ലഭ്യമാണ് ഇങ്ങനെയുള്ള കേസുകൾക്ക്. കാരണം പലപ്പോഴും അലർജി ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന കേസുകൾ ബോഡിയുടെ ഡീടോക്സിഫിക്കേഷൻ ആയിരിക്കാം. അതായത് നാച്ചുറലായിട്ട് ബോഡിക്ക് ഒരു ഡീടോക്സിഫിക്കേഷൻ അല്ലെങ്കിൽ മോർബിഡ് എലിമിനേഷൻ എന്ന് പറയുന്ന കാര്യങ്ങൾ സ്ഥിരമായിട്ട് ശരീരത്തിൽ ഉണ്ടാവാറുണ്ട്. അത് പലപ്പോഴും ഏതെങ്കിലും തരത്തിലുള്ള ടോക്സിക് ബോഡിയിൽ ഉണ്ടാകുമ്പോൾ ബോഡി അത് റിമൂവ് ചെയ്യുന്ന മെത്തേഡ്സ് ഒന്നിലെ സ്കിന്നിലൂടെ ചിലപ്പോൾ ഇച്ചിങ് ആയിരിക്കാം, ചൊറിച്ചിലായിരിക്കാം, അതുപോലെ തുമ്മലായിരിക്കാം. ഇങ്ങനത്തെ കുറെ കാര്യങ്ങളാണ് നമ്മൾ അലർജി ആയിട്ട് കൺസിഡർ ചെയ്യുക. ഇതൊക്കെ ഒരു പക്ഷേ ശരീരത്തിനുള്ളിലെ വേസ്റ്റിന് പുറം തള്ളുന്ന രീതിയായിരിക്കാം. ഇത് നമ്മൾ രോഗമായി കരുതി അതിന് മരുന്ന് കഴിക്കലാണ് സാധാരണ ചെയ്യുക. അങ്ങനെ മരുന്ന് കഴിക്കുമ്പോൾ പുറമേയുള്ള സിംറ്റംസ് താൽക്കാലികമായി മാറുന്നതാണ്. പക്ഷെ വീണ്ടും അത് ശരീരത്തിലേക്ക് സബ്സൈഡ് ആവുകയും വർഷങ്ങളോളം മെഡിസിൻ കഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും മെഡിസിൻ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ഇതേ പ്രോബ്ലം വീണ്ടും തിരിച്ചു വരികയും ചെയ്യും. ഇതാണ് സാധാരണമായി കണ്ടുവരിക. അക്യുപഞ്ചർ ചികിത്സിക്കുമ്പോൾ ഇത് മരുന്ന് കഴിക്കാണ്ട് തന്നെ ട്രീറ്റ്മെന്റ് എടുക്കുകയും ഈ ടോക്സിക്കിനെ മാക്സിമം ഫാസ്റ്റ് ആയിട്ട് ബോഡിയിൽ പുറത്തേക്ക് കളയാൻ ശ്രമിക്കുകയും ചെയ്യും. ഇങ്ങനെ ചികിത്സ ലഭ്യമാണ്, അതിന് റിസൾട്ട് ലഭിക്കുന്നു.